ഹലോ. അല്ല, അമ്മ 3-4 തവണ വിളിച്ചു അല്ലേ? ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു അമ്മേ. അതേടാ, ഞാൻ വിളിക്കാതിരിക്കുന്ന എങ്ങനെയാ? നിന്റെ അമ്മയായി പോയില്ലേ? എനിക്കാണെങ്കിൽ നിന്നെ പോലെ തിരക്കൂല്ല. അല്ല, 3-4 കോളുകൾ ഒന്നിച്ച് കണ്ടപ്പോ എന്തോ അത്യാവശ്യമുള്ളതുപോലെ തോന്നി. പിന്നെ അമ്മാവൻ അസുഖമൊന്നുമില്ലല്ലോ? ഇല്ലടാ, അമ്മാവനല്ല, നീയൊക്കെ കാരണം അസുഖം ഉണ്ടാകാൻ പോകുന്നത് എനിക്കാ. അമ്മ തുടങ്ങി. ഇങ്ങനെയൊക്കെ പറയാൻ ഇപ്പൊ എന്താ ഉണ്ടായത്? ഇനി എന്തുണ്ടാവാനാടാ? ഇവിടെ കേറി വന്ന് വെല്ലുവിളിച്ചു നിന്റെ മറ്റവള്, ആ വിമലാകുമാരി. അവള് പറഞ്ഞതുപോലെ നീയും അവളുമായിട്ടുള്ള കല്യാണമൊക്കെ കഴിഞ്ഞോ? സത്യം പറ. എന്താ നീ ഒന്നും മിണ്ടാത്തത്? അമ്മ എന്തൊക്കെയായി പറയണത്? നിങ്ങൾക്ക് വേണ്ടി ഞാൻ അതൊക്കെ പാതി വഴിക്ക് ഉപേക്ഷിച്ചതല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് അതൊന്നും തലയിൽ നിന്ന് ഇറക്കി വെക്കാറായില്ലേ? ഇപ്പൊ കുറ്റം ഞങ്ങൾക്കായല്ലേ? ഞങ്ങൾ ആരും തലയിൽ കയറ്റിയതല്ല. കേട്ട നിലയ്ക്ക് ആ മാറാപ്പിപ്പ കിടക്കുന്നത് നിന്റെ തലയിലാ. അവള് നിൽക്കുമ്പോ നീ വേറൊരു കല്യാണം നടത്തിയ നിന്നെ ഒരു പാഠം പഠിപ്പിക്കുന്ന അവള് പറഞ്ഞിരിക്കുന്നെ. 2ാം കെട്ടിന് വലിയ ശിക്ഷയാണ് പോലും. ആണോ? അവൾ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞൂന്നോ? ഈ മുറ്റത്ത് വെച്ച് അത്രയും ധൈര്യത്തില് എന്നെ നിന്റെ അമ്മാവനെ വെല്ലുവിളിക്കണമെങ്കിൽ അവളുടെ കയ്യിലോ കക്ഷത്തോ നിന്റെ തലയോ ഉണ്ടെന്നുള്ളത് ഉറപ്പാ. അമ്മ ഒന്നും മിണ്ടാതിരി. അതൊക്കെ അമ്മക്ക് തോന്നിയതാവും. അതേടാ, എന്റെ തോന്നലൊക്കെ ഓരോന്നായി എങ്ങനെ തിരിഞ്ഞു വരുന്നുണ്ട്. ഒരു കാര്യം ഓർത്തോ, എന്റെ പൊന്നുമോൻ ഇതിന്റെ പേരിൽ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. കല്യാണക്കുറി അടിച്ച് മണ്ഡപത്തിൽ വരെ എത്തിയവളാ വിമല. 2 കൂട്ടരുടെയും കല്യാണക്കുറി അവളെ പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. കെട്ട് നടന്നോ ഇല്ലോ എന്നൊക്കെ അന്വേഷിച്ച് തീരുമാനമാവുന്നതുവരെ അതൊരു നല്ല എവിഡൻസ് തന്നെയാ. ആ ധൈര്യത്തിലാവും അവളത് പറഞ്ഞത്. നാളെ കേസും കൂട്ടുമൊക്കെ ആയാൽ ഒരാങ്ങളയ്ക്ക് അപകടം പറ്റിയ കാരണം കല്യാണം മുടങ്ങിയെന്ന് പറഞ്ഞാൽ ഏത് കോടതിയാണ് വിശ്വസിക്കുക? അല്ല, നീ പറഞ്ഞു വന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ, അവള് പറഞ്ഞത് ശരിയാ. അതുകൊണ്ട് വേറൊരു കെട്ടിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. ഏതായാലും നന്നായി. നിന്റെ അമ്മാവനോട് ജഡ്ജിയമാന്റെ നിയമം അറിയാമോ എന്ന് ഭീഷണിപ്പെടുത്തിയാ പോയത്. നിന്നോട് ഇതൊക്കെ വിളിച്ചു പറയാനും പറഞ്ഞിട്ടുണ്ട്. എന്റെ അമ്മേ, നല്ല രീതിയിൽ അന്ന് നടന്നു തീരേണ്ട കല്യാണം അമ്മയും അമ്മാവനും കൂടി ഈ അവസ്ഥയിൽ എത്തിച്ചല്ലോ. നല്ലോണം സന്തോഷിച്ചതിന് ഞാനല്ലേ ഇപ്പൊ ഇതിന്റെ ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല, ഞാൻ ഫോൺ വെക്കാം. എടാ ഹരി, നീ വെക്കല്ലേ? കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.